2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് നാശം കോശയായി കിടക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വി.എസ്. ശിവകുമാർ എന്ന് പറയുന്ന അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി സ്വന്തം വകുപ്പ് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ തനിക്ക് കൂടി ഓണർഷിപ്പുള്ള ഒരു ആശുപത്രിയിലേക്ക് മരുന്നുകൾ നിരന്തരമായി എത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള വാർത്തകൾ അടക്കം അന്ന് പുറത്തു വന്നതാണ്. അന്ന് വി.എസ്. ശിവകുമാർ ലക്ഷ്യം വെച്ചിരുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് വളരെ വിശദമായ ഒരു ഫോട്ടോ അന്നത്തെ ഒരു മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. കണ്ണേ മടങ്ങുക എന്ന ക്യാപ്ഷനായിരുന്നു അതിന് കൊടുത്തിരുന്നത്. ആ ആശുപത്രിയുടെ 9-ാം വാർഡിൻ്റെ ആ ദീനമായ അവസ്ഥ പുറത്തേക്ക് വന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള ഒരാൾ നിരന്തരം അവിടേക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പോഴും അത് തുടർന്നു വരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.